Hi, welcome to the last class of this chapter, that is our fifth chapter, Cell the Unit of Life. Cell the Unit of Life എന്ന ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയായി നമ്മൾ പ്രോക്യാരിയോട്ട് സെല്ലിൻ്റെ സ്ട്രക്ചർ, യൂക്യാരിയോട്ട് സെല്ലിൻ്റെ സ്ട്രക്ചർ, അതുപോലെ കുറേയധികം ഓർഗനൽസിനെയൊക്കെ പരിചയപ്പെട്ടു. അതിൽ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ടായിരുന്നു, സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ടായിരുന്നു, മെംബ്രെയിൻ ഒന്നുമില്ലാത്ത ഓർഗനൽസും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സെല്ലിലുള്ള മറ്റു ചില ഓർഗനൽസിനെ കൂടി പരിചയപ്പെടുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന അസൈൻമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ലെറ്റ് us മൂവ് ഓൺ ടു അവർ റിമൈനിങ് പോർഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് സൈറ്റോസ്കെലിറ്റനെ കുറിച്ചാണ്. സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സവിശേഷ ധർമ്മം നിർവഹിക്കുന്ന എന്തെങ്കിലും ആയിരിക്കുമെന്ന്. ഫിലമെൻറ്റസ് ആയിട്ടുള്ള പ്രോട്ടീൻ നിർമ്മിതമായ സവിശേഷ ഘടനകളാണ് സൈറ്റോസ്കെലിറ്റൻ. സൈറ്റോസ്കെലിറ്റൻ സ്ട്രക്ചേഴ്സ് ആർ ഫിലമെൻറ്റസ് and are made up of specialized proteins. സൈറ്റോസ്കെലിറ്റൻ സ്ട്രക്ചർ, സൈറ്റോസ്കെലിറ്റനിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് സീലിയയെയും ഫ്ലജല്ലയെയും കുറിച്ചാണ്. The function of cytoskeleton is to maintain the shape of the cell. It also helps for motility. സീലിയയുടെയും ഫ്ലജല്ലയുടെയും നമുക്ക് സെല്ല് തന്നെ കാണാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ സീലിയയും ഫ്ലജല്ലയും ഒക്കെ എത്ര മൈക്രോസ്കോപ്പിക്കാണ്. ചിത്രത്തിൽ നമുക്ക് ഇലക്ട്രോൺ മൈക്രോഗ്രാഫ്, അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എടുത്ത സീലിയയുടെയും ഫ്ലജല്ലയുടെയും ചിത്രമാണ് കാണാൻ പറ്റുന്നത്. സീലിയ, ഫ്ലജല്ല എന്നിവ ചെറിയ ക്ലാസ്സിലെ നമുക്ക് പരിചയമുള്ളതാണ്. എന്താണ് ഇവയുടെ ധർമ്മം? സീലിയ ചിലപ്പോൾ സഞ്ചാരത്തിന് സഹായിക്കും. The function of cilia is to provide motility. ഇത് സെല്ലിൻ്റെ മോട്ടിലിറ്റിക്ക് സഹായിക്കും, അല്ലെങ്കിൽ സറൗണ്ടിങ് മീഡിയത്തിലുള്ള ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കും. സീലിയ ഒരു ഓറ് പോലെ, തുഴ അറിയാലോ അല്ലേ? തുഴയുടെ മൂവ്മെൻറ്റ് പോലെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന സൈറ്റോസ്കെലിറ്റനാണ് സീലിയ. സീലിയ ആക്ട്സ് ആസ് ആൻ ഓ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് സെൽ or it helps in the movement of the surrounding fluid. എന്നാൽ സീലിയയെക്കാട്ടിലും ഇച്ചിരിയും കൂടെ വലുതാണ് ഫ്ലജല്ല. ഫ്ലജല്ല ഹെൽപ്സ് ഇൻ ദി മൂവ്മെൻറ്റ് ഓഫ് സെൽ. നമ്മൾ ഫ്ലജല്ല എന്ന് പറയുമെങ്കിലും സിംഗുലർ ഫ്ലജല്ലമാണ്. സീലിയയുടെ സിംഗുലർ സീലിയമാണ്. ഫ്ലജല്ലം ഈസ് ദ സിംഗുലർ ഓഫ് ഫ്ലജല്ല. ഈ ചിത്രം നോക്കി നമുക്ക് സീലിയയുടെയും ഫ്ലജല്ലയുടെയും സ്ട്രക്ചർ പഠിക്കാം. ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു മെംബ്രെയിനെ കാണാൻ പറ്റുന്നില്ല ഏറ്റവും പുറമേ? ദ മെംബ്രെയിൻ സീൻ ഔട്ട്സൈഡ് ഈസ് കോൾഡ് പ്ലാസ്മ മെംബ്രെയിൻ. ഒന്ന് നോക്കിയാൽ ആ പ്ലാസ്മ മെംബ്രെയിനെ നല്ല വ്യക്തമായ ചിത്രത്തിൽ വരച്ചിട്ടുണ്ട് അല്ലേ? പ്ലാസ്മ മെംബ്രെയിൻ. ദ ഏരിയ സീൻ ഇൻസൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് റെഫേർഡ് ടു ആസ് ആക്സോനിയം. അതായത് പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലായിട്ട് കാണുന്ന മുഴുവൻ ഭാഗത്തെയും ചേർത്ത് പറയുന്ന പേരാണ് ആക്സോനിയം. ഈ ആക്സോനിയമിൽ പല പല സ്ട്രക്ചറുകളെ കാണുന്നുണ്ടോ? റൗണ്ടായിട്ടുള്ള സ്ട്രക്ചറിനെ കാണാൻ പറ്റും, അതുപോലെ തന്നെ അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില ഭാഗങ്ങളെയും ഒക്കെ കാണാൻ പറ്റും. ആക്സോനിയമിൽ പ്രധാനമായും കാണുന്നത് മൈക്രോ ട്യൂബ്യൂൾസ് ആണ്. പ്ലാസ്മ മെംബ്രെയിനോട് ചേർന്ന്, അതായത് പെരിഫെറിയിൽ 2 വീതം ചേർന്നിട്ടുള്ള മൈക്രോ ട്യൂബ്യൂളുകളെ കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ 2 എണ്ണം ചേർന്ന രീതിയിലാണ് ഈ മൈക്രോ ട്യൂബ്യൂൾ കാണുന്നത്. അവ പ്ലാസ്മ മെംബ്രെയിന് അടുത്തായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവരെ പറയും പെരിഫെറൽ മൈക്രോ ട്യൂബ്യൂൾസ്. ദ പെരിഫറൽ മൈക്രോ ട്യൂബ്യൂൾസ് എത്ര എണ്ണം ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കിയേ. 2 എണ്ണം ചേർന്നിരിക്കുന്ന എത്ര എണ്ണമുണ്ട്? എണ്ണിയോ? 9 എണ്ണമുണ്ട് അല്ലേ? അപ്പോൾ വി ക്യാൻ സേ സീലിയ ഓർ ഫ്ലജല്ല കണ്ടെയ്ൻസ് peripheral microtubules which are 9 in numbers.
അവ രണ്ടെണ്ണമാണ് ചേർന്ന് ഒരു പെയറായി കാണപ്പെടുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് ആക്സോനിമിൽ കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അകത്ത് കുറച്ചുകൂടെ അകത്തേക്ക് നോക്കിയേ. റൗണ്ടായിട്ടുള്ള മൈക്രോട്യൂബ്യൂളിനെ സെൻറ്ററിലും കാണാൻ പറ്റുന്നില്ലേ? അവ രണ്ടെണ്ണമാണ്, പക്ഷേ അവ ഡബ്ലറ്റായിട്ടല്ല ഇരിക്കുന്നത്, സിംഗ്ലറ്റായിട്ടാണ് ഇരിക്കുന്നത്. രണ്ടെണ്ണമേ ഉള്ളൂ. അവ സെൻറ്ററിലാണ് കാണുന്നത്. അവയെ പറയുന്ന പേരാണ് സെൻട്രൽ മൈക്രോട്യൂബ്യൂൾസ്. സീലിയ അഥവാ ഫ്ലജല്ലയുടെ ഘടന നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും പുറമേ 9 പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസ്, അവ രണ്ടെണ്ണം ചേർന്നാണ് കാണപ്പെടുന്നത്. സെൻറ്ററിലായിട്ട് 2 മൈക്രോട്യൂബ്യൂളും. ഇത്തരത്തിൽ മൈക്രോട്യൂബ്യൂളുകളുടെ ഒരു സവിശേഷ അറേഞ്ച്മെൻ്റ് അല്ലേ? ഈ സവിശേഷ അറേഞ്ച്മെൻറ്റാണ് യൂക്യാരിയോട്ട് സെല്ലിലെ സീലിയയിലും ഫ്ലജല്ലയിലും മൈക്രോട്യൂബ്യൂളുകളുടെ അറേഞ്ച്മെൻറ്റിനായി ഉള്ളത്. ഇത്തരത്തിലുള്ള 9 പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസ് നിയർ ദ പെരിഫറി, they are doublets, but in the center we can see 2 central microtubules. അങ്ങനെ വെളിയിൽ 9 മൈക്രോട്യൂബ്യൂളുകളും സെൻറ്ററിൽ 2 മൈക്രോട്യൂബ്യൂളുകളും എന്ന തരത്തിൽ മൈക്രോട്യൂബ്യൂളുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ രീതിക്ക് പറയുന്ന പേരാണ് 9+2 അറേ. അതായത് 9 പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസ്, അതുപോലെ തന്നെ 2 സെൻട്രൽ മൈക്രോട്യൂബ്യൂൾസ് എന്ന നിലയിലുള്ള ഈ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ 9+2 അറേ എന്ന് പറയുന്നത്. ഈ പെരിഫറൽ മൈക്രോട്യൂബ്യൂളുകളെയും അതുപോലെ തന്നെ സെൻട്രൽ മൈക്രോട്യൂബ്യൂളുകളെയും നമ്മൾ നോക്കുവാണെങ്കിൽ അവ തമ്മിൽ ചില ബ്രിഡ്ജുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നതായി കാണാം. ഒന്നും കൂടി സൂക്ഷ്മമായി നോക്കിയേ. അവയെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇൻ്റർ ഡബ്ലറ്റ് ബ്രിഡ്ജുകൾ കാണാൻ പറ്റുന്നില്ലേ? ഇനി നമുക്ക് സെൻട്രൽ മൈക്രോട്യൂബ്യൂളിനെ നോക്കാം. സെൻട്രൽ മൈക്രോട്യൂബ്യൂളിന് വെളിയിലായിട്ട് ഒരു ഭാഗം കാണുന്നില്ലേ? അത് ഏകദേശം സെൻട്രൽ മൈക്രോട്യൂബ്യൂളിനെ കവർ ചെയ്ത രീതിയിലാണ് കാണുന്നത്. ഈ ഭാഗത്തെ പറയുന്ന പേരാണ് സെൻട്രൽ ഷീത്ത്. ഈ സെൻട്രൽ ഷീത്തിൽ നിന്നും പെരിഫറൽ മൈക്രോട്യൂബ്യൂളിലേക്ക് ചില ഭാഗങ്ങൾ ബന്ധിപ്പിക്കുന്നതായി കാണുന്നില്ലേ? ഇവയെ പറയുന്ന പേരാണ് റേഡിയൽ സ്പോക്ക്. ചിത്രം നന്നായി നോക്കുകയാണ് എങ്കിൽ ഓരോ പെരിഫറൽ മൈക്രോട്യൂബ്യൂളിലും ഒരു റേഡിയൽ സ്പോക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എത്ര റേഡിയൽ സ്പോക്ക് ഉണ്ടാകുമെന്ന് എണ്ണി നോക്കിയേ. 9 എണ്ണം കാണുന്നുണ്ടോ? Thus, there are 9 radial spokes. ഇത്രയുമാണ് നമുക്ക് ഈ സീലിയ അഥവാ ഫ്ലജല്ലയുടെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. Let us see the parts of cilia of flagella once again. Cilia of flagella is surrounded by a plasma membrane. The inside portion of cilia or flagella is called axonium. In the axonium, we can see microtubules. There are 2 types of microtubules. One is peripheral microtubules, which are seen near the periphery. They are doublets. And in the center, we can see 2 microtubules. This kind of arrangement of microtubules, that is 9 doublets in the periphery and 2 in the center. This special kind of microtubular arrangement is called 9+2 array. The central microtubules are covered by central sheath. From the central sheath arises radial spokes which are connected to one of the peripheral microtubules. സീലിയയുടെയും ഫ്ലജല്ലയുടെയും ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവ പ്രധാനമായും രൂപപ്പെടുന്നത് സെൻട്രിയോളിൽ നിന്നുള്ള ബേസൽ ബോഡിയിൽ നിന്നാണ്. Cilia and flagella originate from the basal body of centriole-like structures. ഇത്രയുമാണ് നമുക്ക് സീലിയയും ഫ്ലജല്ലയും കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മറ്റൊരു ഓർഗനലിനെ കുറിച്ച് പഠിക്കാം. അത് പ്ലാന്റ് സെല്ലിൽ അങ്ങനെ കാണാൻ നമുക്ക് പറ്റത്തില്ല. ആനിമൽ സെല്ലിൻ്റെ മാത്രം സവിശേഷതയാണ് ഈ ഒരു ഓർഗനലിൻ്റെ സാന്നിധ്യം.
The name of that organelle is centrosome. Centrosome is an organelle which is seen only in animal cells. ഈ സെൻട്രോസോമിനെ നമുക്ക് നോക്കുവാണെങ്കിൽ അതിൽ സിലിണ്ട്രിക്കലായിട്ടുള്ള രണ്ട് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഈ സിലിണ്ട്രിക്കലായിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് സെൻട്രിയോൾസ്. അപ്പോൾ സെൻട്രിയോൾസ് എന്ന് പറയുന്ന സിലിണ്ട്രിക്കലായിട്ടുള്ള ഘടനകളുള്ള ഓർഗനലാണ് സെൻട്രോസോം. ഏകദേശം സീലിയ ആൻഡ് ഫ്ലജല്ലയുടെ ഘടനയുമായിട്ട് സാമ്യം പുലർത്തുന്ന ഒരു ഘടനയാണ് സെൻട്രോസോമിനും ഉള്ളത്. സെൻട്രോസോമിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൈക്രോ ട്യൂബ്യൂളുകൾ കാണാൻ പറ്റും. ഇത് ട്യൂബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീനാൽ നിർമ്മിതമാണ്. ചിത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ട്യൂബ്യൂളുകൾ 3 ചേർന്ന നിലയിലാണ് പെരിഫറിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നത്. ദീസ് ആർ കോൾഡ് ദ ട്രിപ്ലെറ്റ്സ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കാണാൻ പറ്റും റേഡിയൽ സ്പോക്സ്. അത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് തന്നെയായിരുന്നു. ഇതിലെ സെൻട്രൽ ഭാഗത്തിനെ നമുക്ക് ഹബ്ബ് എന്ന് പറയാൻ പറ്റും. ആ സെൻട്രൽ ഏരിയയെ പറയുന്ന പേരാണ് ഹബ്ബ്. ആനിമൽ സെല്ലിൽ മാത്രം ആണ് നമുക്ക് സെൻട്രോസോം കാണാൻ പറ്റുന്നത്. സെൻട്രോസോമിന് മെംബ്രൈൻ ഇല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതിലൊരു സവിശേഷ മെറ്റീരിയലാണുള്ളത്. ആ സവിശേഷ മെറ്റീരിയലിനെ പറയുന്ന പേരാണ് പെരിസെൻട്രിയോളാർ മെറ്റീരിയൽ. സെൽ ഡിവിഷൻ്റെ സമയത്ത് സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് സെൻട്രിയോളുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സെൽ ഡിവിഷനിൽ വളരെയധികം പ്രാധാന്യം സെൻട്രിയോളുകൾക്കുണ്ട്. സെൻട്രിയോളിൻ്റെ ഘടന നമുക്കൊന്നുകൂടി നോക്കാം. സെൻട്രിയോൾ ഈസ് നോട്ട് അറ്റ് ഓൾ ലിമിറ്റഡ് ബൈ എനി മെംബ്രൈൻ. സെൻട്രിയോളിലുള്ള മെറ്റീരിയലിൻ്റെ പേരാണ് പെരിസെൻട്രിയോളാർ മെറ്റീരിയൽ. ഇതിൽ പെരിഫറൽ മൈക്രോ ട്യൂബ്യൂൾ ഉണ്ട്. അത് ട്രിപ്ലെറ്റുകളായിട്ടാണ് കാണുന്നത്. ദ ഫങ്ഷൻ ഓഫ് centriole is to help the formation of spindle fibers during cell division. ഇപ്പോൾ സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്തില്ല എങ്കിൽ സെൽ ഡിവിഷൻ നടക്കില്ല. സെൽ ഡിവിഷന് വളരെയധികം സഹായിക്കുന്ന ഒരു ഭാഗമാണ്, ഒരു ഓർഗനലാണ് സെൻട്രോസോം. സെൻട്രിയോളിൽ നിന്നാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുന്നത്. അത് സിലിണ്ട്രിക്കൽ ആകൃതിയിലുള്ളതാണ്. അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ സെൻട്രിയോളിൻ്റെ അറേഞ്ച്മെൻറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർട്ട് വീലിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിനോട് സമാനമായ അറേഞ്ച്മെൻറ്റ് കാണാവുന്നതാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഓർഗനലിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒരു സെല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം നിർവഹിക്കുന്ന ഒരു ഓർഗനലാണിത്. പേര് ന്യൂക്ലിയസ്. നമ്മൾ 8ാം ക്ലാസ്സിൽ ഇതിൻ്റെ ഘടന വളരെ വ്യക്തമായി പഠിക്കുകയുണ്ടായി. കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതുണ്ട്. ന്യൂക്ലിയസിനെ ആദ്യമായി ഒബ്സർവ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരൊന്ന് പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ ഫസ്റ്റ് ഒബ്സർവ് ന്യൂക്ലിയസ്. എന്നാൽ ചില സ്റ്റെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യുകയും അതിൻ്റെ ഘടന വ്യക്തമാക്കുകയും ഒക്കെ ചെയ്ത സയൻറ്റിസ്റ്റാണ് ഫ്ലെമിംഗ്. ഫ്ലെമിംഗ് ഏകദേശം കുറച്ച് നൂലുകളെ പോലുള്ള ഭാഗങ്ങളെ ഒബ്സർവ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് ഫ്ലെമിംഗ് ന്യൂക്ലിയസിന് നൽകിയ പേരാണ് ക്രൊമാറ്റിൻ. ചിത്രത്തിൽ നിങ്ങൾക്ക് ന്യൂക്ലിയസിൻ്റെ ഫിഗർ കാണാൻ പറ്റും. ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് കാണാനും പറ്റുന്നതാണ്. ന്യൂക്ലിയസിന് ഒരു മെംബ്രൈൻ ഉണ്ടല്ലേ. ന്യൂക്ലിയസിനെ പൊതിഞ്ഞുകൊണ്ടൊരു എൻവലപ്പ് ഉണ്ട്, ഒരു ആവരണമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയർ എൻവലപ്പ്. The nucleus is surrounded by a nuclear envelope. ആ ന്യൂക്ലിയർ എൻവലപ്പ് നമ്മൾ നന്നായിട്ട് നോക്കുകയാണ് എങ്കിൽ we can see an outer membrane and an inner membrane. ചിത്രം നന്നായിട്ടൊന്ന് നോക്കിയേ. ആ ഇന്നർ മെംബ്രൈനിലും ഔട്ടർ മെംബ്രൈനിനും ഇടയിലായ ഒരു സ്പേസ് കാണാൻ പറ്റുന്നുണ്ടോ? ദിസ് ഈസ് പെരിന്യൂക്ലിയർ സ്പേസ്. ഇനി ഒന്നും കൂടി വ്യക്തമായി നോക്കിയേ. ചില സ്ഥലങ്ങളിൽ ഔട്ടർ മെംബ്രൈനും ഇന്നർ മെംബ്രൈനും കൂടി യോജിച്ചിരിക്കുന്നതായി കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ ഒരു ചെറിയ സുഷിരം വന്നതായി കാണുന്നുണ്ടോ? അറ്റ് സം പ്ലേസസ് ഇന്നർ മെംബ്രൈൻ ആൻഡ് ഔട്ടർ മെംബ്രൈൻ ഫ്യൂസസ് ടുഗദർ ലീവിങ് എ സ്മോൾ സ്പേസ്. ദാറ്റ് സ്പേസ് ഈസ് കോൾഡ് ന്യൂക്ലിയർ പോർ.
ആ ന്യൂക്ലിയർ പോറാണ് ന്യൂക്ലിയസിനുള്ളിലുണ്ടാകുന്ന വസ്തുക്കളെ സൈറ്റോപ്ലാസത്തിലേക്ക് പോകാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ സൈറ്റോപ്ലാസത്തിലുള്ള വസ്തുക്കളെ ന്യൂക്ലിയസിനകത്തേക്ക് പോകാനും സഹായിക്കുന്നത് ഈ ന്യൂക്ലിയർ പോറുകളാണ്. അപ്പോൾ എത്ര ഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? 2-3 ഭാഗം പഠിച്ചു അല്ലേ? എ ന്യൂക്ലിയസ് ഹാസ് an envelope. It is called nuclear envelope. It contains 2 membranes, outer membrane and inner membrane. At some places the inner membrane and outer membrane fuses together, leaving a small pore or space that is called nuclear pore. The function of nuclear pore is to help the passage of materials towards the nucleus and also towards the cytoplasm. ഇനി നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് കാണാൻ പറ്റുന്നത്? ന്യൂക്ലിയസിനുള്ളിലായി കാണുന്ന മാട്രിക്സിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോപ്ലാസം. ആ ന്യൂക്ലിയോപ്ലാസത്തിൽ 2 ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? സ്ഫെറിക്കലായുള്ളൊരു ഭാഗവും കാണാൻ പറ്റും, നൂലുകൾ പോലുള്ള ഒരു ഭാഗവും കാണാൻ പറ്റും. സ്ഫെറിക്കലായിട്ട് കാണപ്പെടുന്ന 1-2 ഭാഗങ്ങളെ പറയുന്ന പേരാണ് ന്യൂക്ലിയോലസ്. ന്യൂക്ലിയോലൈ എന്ന് നമ്മൾ പ്ലൂറൽ പറയും. RNA ഉണ്ടാകുന്നത് അല്ലെങ്കിൽ റൈബോസോമൽ RNAയുടെ സിന്തസിസ് നടത്തുക എന്നുള്ളതാണ് ന്യൂക്ലിയോലസിൻ്റെ ഫങ്ഷൻ. സാധാരണ ഒരു സെല്ലിൽ ഒറ്റ ന്യൂക്ലിയസ് ആണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? മെച്യൂർ ആയിട്ടുള്ള എർത്രോസൈറ്റ്സിൽ ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല അല്ലേ? അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലിൽ സീഫ് ട്യൂബ് സെൽസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവയിലും എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. സോ വി ക്യാൻ സേ ദ മെച്യൂർ RBC ഓഫ് മാമൽസ് ഡസ് നോട്ട് ഹാവ് ന്യൂക്ലിയസ് അറ്റ് മെച്യൂരിറ്റി. അതുപോലെ സീഫ് ട്യൂബ് സെല്ലുകൾക്കും എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സെല്ലിൽ ഒറ്റ ന്യൂക്ലിയസ് ആണുള്ളത്. എന്നാൽ ചില സെൽസിൽ ന്യൂക്ലിയസേ ഇല്ല അറ്റ് മെച്യൂരിറ്റിയിൽ. അതുപോലെ ഫംഗസ് പഠിച്ചപ്പോഴും മറ്റും പഠിക്കുകയുണ്ടായി. ചില സെല്ലുകളിൽ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ടാകും. What is the name given for that condition? It is multinucleate condition or xenocytic condition. ഇനി നമുക്ക് ആ ന്യൂക്ലിയസിൻ്റെ ഭാഗങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് നോക്കിയതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് പോകാം. Nucleus is surrounded by an envelope. It has an outer membrane and an inner membrane. At some places the inner membrane and outer membrane fuses together, forms the nuclear pores. In between outer membrane and inner membrane we can see a space, and that space is called perinuclear space. Inside the nucleus we can see a matrix. The matrix is called nucleoplasm. In the nucleoplasm we can see some spherical structures, 1 or 2 spherical structures. These structures are called the nucleolus. These are the site for the synthesis of ribosomal RNA. അതുപോലെ ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് ആ ത്രെഡ് പോലുള്ള ഭാഗത്തെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ സെല്ലിലുള്ള ഇത്തരം ഭാഗങ്ങൾ അല്ലെങ്കിൽ ന്യൂക്ലിയസിലുള്ള ഈ ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള പല ചാപ്റ്റേഴ്സും ഫസ്റ്റ് ഇയറിലായാലും അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലായാലും ഒക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഈ ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് ക്രൊമാറ്റിൻ. ഈ ക്രൊമാറ്റിൻ നമുക്ക് ഇങ്ങനെ നൂല് പോലെ കാണാൻ പറ്റുന്നത് ഇൻ്റർഫേസിലുള്ള ന്യൂക്ലിയസിൽ മാത്രമാണ്. ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ വ്യക്തമായി പഠിക്കും. അതായത് ഒരു സെൽ ഡിവിഷനായി തയ്യാറെടുക്കുന്ന ഘട്ടത്തെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുക. ആ ഇൻ്റർഫേസിലാണ് നമുക്ക് ക്രൊമാറ്റിനെ ഇത്തരത്തിൽ ത്രെഡ് പോലെ കാണാൻ പറ്റുന്നത്. ഈ ക്രൊമാറ്റിനിലാണ് നമുക്ക് DNA കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ ഹെറിഡിറ്ററി മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. സെൽ ഡിവിഷൻ്റെ സമയമാകുമ്പോൾ ഈ ക്രൊമാറ്റിൻ നന്നായിട്ട് തടിച്ചുരുണ്ടിട്ട് ക്രോമസോമുകളായി മാറും. ക്രൊമാറ്റിനിൽ പ്രധാനമായും ഉള്ളത് DNA ഉണ്ട്, അതുപോലെ തന്നെ ചില ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട്, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസും ഉണ്ട്. കൂടാതെ RNAയും നമുക്ക് ക്രൊമാറ്റിനിൽ കാണാൻ പറ്റും. ഇൻ്റർഫേസ് കഴിയുമ്പോൾ നമുക്ക് ഈ ക്രൊമാറ്റിനെ ചില ഉരുണ്ട സ്ട്രക്ചറായിട്ട് കാണാൻ പറ്റും. അവയെ പറയുന്ന പേരാണ് ക്രോമസോമുകൾ. നമുക്കിത്ര ക്രോമസോമ ഉള്ളത് അതൊക്കെ അറിയാം. വെരി ഗുഡ്. ഇനി നമുക്ക് ക്രോമസോമിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്രോമസോമിൻ്റെ ഫിഗർ ഒന്ന് നന്നായി നോക്കിയേ.
അതിലൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഭാഗത്തിൻ്റെ പേരാണ് സെൻട്രോമിയർ. സെൻട്രോമിയറിനെ നന്നായിട്ടൊന്നും കൂടി നോക്കുകയാണെങ്കിൽ അതിൽ ഡിസ്കിൻ്റെ ആകൃതിയിലുള്ള 2 ഭാഗങ്ങൾ കാണാൻ പറ്റും. ആ ഭാഗങ്ങളെയാണ് കൈനറ്റോകോർ എന്ന് പറയുന്നത്. എ ക്രോമസോം ഹാസ് എ സെൻട്രോമിയർ. From the centromere arises 2 arm-like structures. This is the arms of the chromosome. The arms are called chromatids. And in the centromere, we can see 2 disc-like structures, and these disc-like structures are called kinetochores. എല്ലാ ക്രോമസോമും ഒരുപോലെയാണോ? നമുക്ക് എത്ര ക്രോമസോം ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എല്ലാം ഒരേ ഷേപ്പിലുള്ളതാണോ? കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. സെൻട്രോമിയർ എല്ലാ ക്രോമസോമിലും ഒരുപോലെയല്ല ഇരിക്കുന്നത്. ക്രോമസോമിൽ സെൻട്രോമിയറുകളുടെ സ്ഥാനത്തിനനുസരിച്ച് ആംസിൻ്റെ ലെങ്ത്തിലും വ്യത്യാസമുണ്ട്. സോ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ വി ക്യാൻ ക്ലാസിഫൈ ക്രോമസോംസ് ഇൻടു 4 ടൈപ്സ്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം, വലിയ ക്രോമസോമും ചെറിയ ക്രോമസോമും, അതുപോലെ തന്നെ സെൻട്രോമിയർ സെൻറ്ററിലും, അതുപോലെ ക്രൊമാറ്റിഡ്സ് വലിപ്പം കൂടിയും വലിപ്പം കുറഞ്ഞും ഒക്കെ ഇരിക്കുന്നത് നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ നന്നായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ 4 തരം ക്രോമസോമുകളെയും വ്യക്തമായി പഠിക്കാം. ഇവിടെ ഈ ക്രോമസോമുകളുടെ ക്ലാസിഫിക്കേഷൻ പ്രധാനമായും നടത്തിയിരിക്കുന്നത് സെൻട്രോമിയറിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ്. സോ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ, chromosomes are of 4 types. See the first one, it is a metacentric chromosome. നോക്കിയാൽ നമുക്കറിയാം സെൻട്രോമിയറിൻ്റെ പൊസിഷൻ ഏകദേശം എവിടെയാണ്? സെൻറ്ററിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രൊമാറ്റിഡ്സിന് ഈക്വൽ ലെങ്ത്തുമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ക്രോമസോമിനെയാണ് നമ്മൾ മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറയുന്നത്. എ മെറ്റാസെൻട്രിക് ക്രോമസോം has 2 equal arms and the centromere is at the center. Such a kind of chromosome is called metacentric chromosome. ഇത്തരത്തിലുള്ള ക്രോമസോമിനെയാണ് എന്ത് പറയുക? മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറയുക. അപ്പോൾ മെറ്റാസെൻട്രിക് ക്രോമസോമിൻ്റെ 2 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുന്നുണ്ടല്ലോ. ഒന്നെന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് സെൻട്രോമിയർ ആൻഡ് ദ അതർ ഈസ് ദി ലെങ്ത് ഓഫ് ക്രൊമാറ്റിഡ്സ്. ഇൻ മെറ്റാസെൻട്രിക് ക്രോമസോം ദ സെൻട്രോമിയർ ഈസ് അറ്റ് ദ സെൻറ്റർ ആൻഡ് ദ ആംസ് ഓർ ക്രൊമാറ്റിഡ്സ് ഹാവ് ഈക്വൽ ലെങ്ത്. ഇത് നമുക്ക് സെക്കൻഡ് ഇയറിലേക്കുമൊക്കെ ആവശ്യമാണ്, നന്നായിട്ട് പഠിക്കുക. ഇനി രണ്ടാമത്തെ ഫിഗർ ഒന്നുകൂടി നോക്കിയേ. സെൻട്രോമിയർ സെൻറ്ററിൽ നിന്നും ഇച്ചിരി മാറിയിട്ടാണ് അല്ലേ, കുറച്ച് മാറിയിട്ടാണ്. സെൻട്രോമിയർ ഈസ് ലിറ്റിൽ അവേ ഫ്രം ദി സെൻറ്റർ ഓർ സ്ലൈറ്റ്ലി അവേ ഫ്രം ദി സെൻറ്റർ. അതുകൊണ്ട് തന്നെ 1 arm ലോങ്ങും 1 arm ഷോർട്ടുമാണ്. സച്ച് എ കൈൻഡ് ഓഫ് ക്രോമസോം ഈസ് കോൾഡ് submetacentric chromosome. So we can say a submetacentric chromosome has 2 unequal arms. Here the centromere is slightly away from the center. 1 arm is longer and 1 arm is shorter. This is all about submetacentric chromosome. ഇനി നമുക്ക് മൂന്നാമത്തെ തരം ക്രോമസോമിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതാണ് അക്രോസെൻട്രിക് ക്രോമസോം. ഇവിടെ നമ്മൾ നോക്കിയാൽ സെൻട്രോമിയർ ക്ലോസ് ടു ഇറ്റ്സ് എൻഡ് ആണ്. അതായത് അഗ്രഭാഗത്തിനടുത്തേക്കായി നമുക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട്? സെൻട്രോമിയറിനെ ഏകദേശം അഗ്രത്തോടടുത്താണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു ആം വളരെ വലുതാണല്ലേ, പക്ഷേ ഒരാം നോക്കിയേ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രോമസോം ആണ് അക്രോസെൻട്രിക് ക്രോമസോം. അക്രോസെൻട്രിക് ക്രോമസോമിൽ സെൻട്രോമിയർ ഈസ് ക്ലോസ് ടു ഇറ്റ്സ് ടിപ്പ്. 1 arm is too longer and the other arm is too shorter. Such a kind of chromosome is called acrocentric chromosome. ഇനി നമുക്ക് നാലാമത്തെ തരത്തിലുള്ള അല്ലെങ്കിൽ ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്രോമസോം ഈസ് സ്റ്റീലോസെൻട്രിക് ക്രോമസോം. ചിത്രം നന്നായിട്ടൊന്ന് നോക്കിയേ. ശരിക്കും സെൻട്രോമിയർ എവിടെയാണ് ഉള്ളത്? അഗ്രത്തിലാണ് ഉള്ളത് അല്ലേ. ക്ലോസ് ടു ഇറ്റ്സ് ടിപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സെൻട്രോമിയർ ഈസ് ടെർമിനൽ. അഗ്രഭാഗത്തായിട്ടാണ് എന്ത് കാണുന്നത്? സെൻട്രോമിയർ കാണുന്നത്. അതുകൊണ്ട് തന്നെ
ഒരു ആം നമുക്ക് വളരെ ചെറുതായിട്ടാണ് കാണാൻ പറ്റുന്നത് മറ്റേ ആമിനെ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ. ദിസ് ഈസ് ടീലോസെൻട്രിക് ക്രോമസോം. ഇൻ ടീലോസെൻട്രിക് ക്രോമസോം the centromere is terminal, or we can say at the end. So one arm is too short and one arm is too long. This is the classification of chromosomes based on the position of centromere. Based on the position of centromere, the chromosomes are classified into 4 types. Which are they? Metacentric, submetacentric, acrocentric and telocentric. Metacentric chromosome, the centromere is at the center. In submetacentric, slightly away from the center we can see the centromere, but in the case of acrocentric chromosome, the centromere is close to its tip or close to its end. എന്നാൽ ടീലോസെൻട്രിക് ക്രോമസോമിൽ അഗ്രഭാഗത്തായാണ് നമുക്ക് സെൻട്രോമിയർ കാണാൻ പറ്റുന്നത്. ഇൻ ടീലോസെൻട്രിക് ക്രോമസോം the centromere is terminal. This is all about chromosomes. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഒക്കെ നിർവഹിക്കുന്ന സെൻറ്റർ ഓഫ് ദി സെൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഓർഗനലാണ് ന്യൂക്ലിയസ്. അതിൻ്റെ ഭാഗമാണ് നമ്മളിവിടെ പഠിച്ചത്. നമുക്കൊന്നുകൂടി ആ ഭാഗങ്ങൾ ചെറുതായിട്ടൊന്ന് ഓർത്ത് നോക്കിയതിന് ശേഷം അടുത്തതിലേക്ക് പോകാം. ന്യൂക്ലിയസിന് പ്രധാനമായും ഒരു എൻവലപ്പ് ഉണ്ട്. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ചേർന്നൊരു എൻവലപ്പ്. അതുപോലെ വി ക്യാൻ സി പോസ് ഇൻ ദി എൻവലപ്പ് ആൻഡ് ദാറ്റ് പോസ് ആർ കോൾഡ് ന്യൂക്ലിയർ പോസ്. അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റു ഭാഗമാണ് ന്യൂക്ലിയോപ്ലാസം, ദ മാട്രിക്സ് ഓഫ് ദ ന്യൂക്ലിയസ്. ഇൻ ദ ന്യൂക്ലിയോപ്ലാസം വി ക്യാൻ സി ന്യൂക്ലിയോലസ് ആൻഡ് ക്രോമാറ്റിൻ. മെറ്റാസെൻട്രിക് ക്രോമസോമിന് ഒന്നും കൂടി നോക്കിയേ. മറ്റുള്ള ക്രോമസോമിൽ കാണാൻ പറ്റാത്തൊരു ഭാഗം മെറ്റാസെൻട്രിക് ക്രോമസോമിൽ കാണാൻ പറ്റുന്നില്ലേ? ഒരു റൗണ്ടായിട്ടുള്ള ഭാഗം. ഈ ഭാഗത്തിനെ പറയുന്ന പേരാണ് സാറ്റലൈറ്റ്. DNA-യുടെ നൈട്രജൻ ബേസുകളുടെ അറേഞ്ച്മെൻറ്റിൽ വളരെയധികം സവിശേഷത പുലർത്തുന്നതാണ് ഈ ഭാഗം. ഈ ഭാഗത്തെയാണ് സാറ്റലൈറ്റ് എന്ന് പറയുക. ഈ ഭാഗത്തെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ സെക്കൻഡ് ഇയറിൽ പഠിക്കേണ്ടതുണ്ട്. ഇനി സൈറ്റോപ്ലാസത്തിൽ കാണുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഓർഗനലാണ് മൈക്രോബോഡീസ്. മൈക്രോബോഡീസിന് 2 ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പെറോക്സിസോമും അതുപോലെ തന്നെ ഗ്ലയോക്സിസോംസും. പെറോക്സിസോംസ് പ്രധാനമായും നമുക്ക് കാണാൻ പറ്റുന്നത് പ്ലാന്റ് സെല്ലിലാണ്. ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ഫോട്ടോസിന്തസിസ് നടക്കാതെ മറ്റൊരു പ്രോസസ്സ് നടക്കും, ഫോട്ടോ റെസ്പിരേഷൻ. ആ ഫോട്ടോ റെസ്പിരേഷന് സഹായിക്കുന്നത് ഈ പെറോക്സിസോംസ് ആണ്. അവയെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ന് പഠിച്ചതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Draw the figure of a nucleus and label its parts. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫിഗറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് എഴുതണമെങ്കിൽ നമുക്ക് ഈ ചിത്രം നന്നായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. സോ യു ഹാവ് ടു ഡ്രോ ആൻഡ് ലേബൽ ദ പാർട്സ് ഓഫ് എ ന്യൂക്ലിയസ്. പിന്നീട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉടനീളം നമ്മൾ പഠിച്ചത് പ്രോക്യാരിയോട്ട് സെല്ലും യൂക്യാരിയോട്ട് സെല്ലുമായിരുന്നു. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ യു, അത് find out the differences between a prokaryote cell and a eukaryote cell. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുറേ എണ്ണമുണ്ട്. ചിത്രങ്ങളും മറ്റുമൊക്കെ നോക്കിയിട്ട് ആ വ്യത്യാസങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ ഈ അസൈൻമെൻറ്റിൻ്റെ ആൻസർ ആകും. The third question for your assignment is find out the differences between a plant cell and an animal cell. കുറച്ച് ഡിഫറൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആനിമൽ സെല്ലിലുള്ളത് പ്ലാന്റ് സെല്ലിലില്ല, പ്ലാന്റ് സെല്ലിലുള്ളത് ആനിമൽ സെല്ലിലില്ല. അപ്പോൾ ഇതുവരെ പഠിച്ച ആ ഭാഗങ്ങൾ നന്നായിട്ടൊന്ന് ഓർത്തതിന് ശേഷം പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ കണ്ടെത്തി ഒരു ടേബിൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെയുള്ള ഭാഗം നന്നായിട്ട് പഠിക്കാൻ പറ്റും. ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ 5th ചാപ്റ്റർ. ഇനി നമുക്ക് ഈ 5th ചാപ്റ്ററിൻ്റെ അവസാനവും കുറച്ച് ക്വസ്റ്റ്യൻസ് പുസ്തകത്തിലുണ്ട്. അതൊക്കെ കൂടി ഒന്ന് ആൻസർ കണ്ടെത്തുക. സ്റ്റഡി വെൽ. താങ്ക് യു. സി യു അഗൈൻ.